ഹലോ എവ്രി വൺ, അസ്സലാമു അലൈക്കും. കുറേ നാളോടെയാണ് കേട്ടോ ഞാൻ വീണ്ടും ഒരു ട്രാവൽ വ്ലോഗ് അല്ലെങ്കിൽ ഒരു ലോങ് വീഡിയോ ഇടുന്നത്. ഇടയ്ക്ക് ട്രിപ്സ് പോകുമ്പോഴൊക്കെ വീഡിയോ എടുക്കും, പക്ഷേ എഡിറ്റ് ചെയ്യാൻ ഇടാനുള്ള മടിയാണ്. ഇപ്പോൾ ഇതേ നമ്മൾ പോകുന്നത് സെൻറുണിയിലേക്കാണ്. സെൻറുണി വൈൽഡ് സാങ്ച്വറി. ആക്ച്വലി അവിടെ ചെല്ലുമ്പോഴാണ് ഞാൻ അറിയുന്നത് സെന്തുരുണി എന്നാണ് പറയുന്നതെന്ന്. എൻ്റെ ഒരു ഫ്രണ്ട് അജ്മി പോയ വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടാട്ടോ ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഷെൻറുണി എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അവിടെ ചെല്ലുമ്പോൾ മലയാളത്തിൽ കാണുമ്പോഴാണ് സെന്തുരുണി എന്നാണ് അറിയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ കാറിൽ പോകാം. നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്കും തന്നെ നല്ലൊരു മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ ഒരു വൈബ് എന്താ പറയുന്നത്, ഈ ടൂറിസ്റ്റ് പ്ലേസിലോട്ട് പോകുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഒരു രസമല്ലേ. ഓക്കെ, എന്നിട്ട് പിന്നെ നമ്മൾ ഇടയ്ക്ക് ലഞ്ച് കഴിക്കാൻ വേണ്ടി സ്റ്റോപ്പ് ചെയ്തിരുന്നു. മന്തിയെ കഴിച്ചത് കുഴപ്പമില്ല, നല്ല ഫുഡൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത് ആക്ച്വലി ഈ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. കല്ലട എക്കോ ടൂറിസം അല്ലെങ്കിൽ തെന്മല, അവിടെ തന്നെയാണ് കേട്ടോ ഈ പ്ലേസ്. പക്ഷേ അവിടെ ഒരു 3 എക്കോ ടൂറിസം പറയുന്നുണ്ട്. കല്ലട, തെന്മല ആൻഡ് ഈ സെന്തുരുണി, 3 എക്കോ ടൂറിസം ഉണ്ട്. 3 സ്ഥലങ്ങളും കാണാൻ അത്യാവശ്യമുണ്ട്. ഞാൻ പണ്ട് എപ്പോഴും അവിടെ വന്നിട്ടുണ്ട്, പക്ഷേ അങ്ങനെ എനിക്ക് ഓർമ്മയൊന്നുമില്ല. അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കണ്ടതായിട്ട് അങ്ങനെ വലിയൊരു ഓർമ്മയൊന്നുമില്ല, പക്ഷേ എനിക്ക് വന്നിട്ടുണ്ട് ഇവിടെ. ഓക്കെ, അപ്പം നമ്മൾ അവിടെ ചെന്നു. അപ്പോൾ അവിടെ എല്ലാ സെന്തുരുണിന്ന് മനസ്സിലായപ്പോൾ ഇത് കണ്ടോ, തെന്മല, കല്ലട ഡാം, തെന്മല എക്കോ ടൂറിസം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ നേരെ ഇവിടേക്ക് ചെന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഈ സ്ഥലത്തുമല്ല വേറെ എവിടെയോ ആണ് ടിക്കറ്റ് എടുക്കേണ്ടതെന്ന്. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോയിട്ടോ. അപ്പോൾ ഈ ഡാമിൻ്റെ താഴെയാണ് നമ്മൾ ബോട്ടിങ്ങിനൊക്കെ വരുന്നത്, പക്ഷേ ടിക്കറ്റ് എടുക്കേണ്ട സ്ഥലം വേറൊരു സ്ഥലത്തേക്കാണ്. പിന്നെ ഇവിടെ നിറയെ മങ്കീസ് ഉണ്ട്. അതും ഭയങ്കര ക്യൂട്ട് എക്സ്പ്രഷൻസ് ഒക്കെയുള്ള മങ്കീസ്. അത് ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ വീഡിയോസ് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ ഒരു സെന്തുരുണി എക്കോ ടൂറിസം എന്ന് കണ്ടിട്ടുള്ള ഒരു പ്ലേസിൽ നമ്മൾ നിർത്തി. അപ്പോൾ ഇവിടെ കുറേ കൈൻഡ് ഓഫ് ആക്ടിവിറ്റീസ് ഉണ്ട്. ബോട്ടിംഗ് ഉണ്ട്, കൊറാക്കിൾ റൈഡ്, ട്രെക്കിംഗ്. കൊറാക്കിൾ റൈഡ് എന്ന് പറയുന്നത് മറ്റേ എന്താ പറയുക, കൊട്ടവഞ്ചി. അതെ, കൊട്ടവഞ്ചി. അതിലേക്ക് ഞങ്ങൾ എടുത്തത് ആ കൊട്ടവഞ്ചിയുടേതും പിന്നെന്തായിരുന്നു, ഫോറസ്റ്റ് സവാരിയും അതായിരുന്നു എടുത്തത് കേട്ടോ. പിന്നെ അവിടുത്തെ ഇതുപോലത്തെ ഒരു നാച്ചുറൽ അവിടുത്തെ പ്രോഡക്റ്റ്സ് ഒക്കെ സെല്ല് ചെയ്യുന്ന ഒരു ഷോപ്പുണ്ട്. എല്ലാം 100% നാച്ചുറൽ ആണെന്നാണ് പറയുന്നത്. സ്ക്രബ്, പിന്നെ സാൻഡലിൻ്റെ ആണ് എല്ലാം. അവിടുത്തെ വനത്തിൽ നിന്ന് എടുക്കുന്ന സാൻഡൽ വെച്ചിട്ടുണ്ടാക്കിയേക്കുന്ന പ്രോഡക്റ്റ്സ് ആണ്. പിന്നെ തേയിലയുണ്ട്, സോപ്പുണ്ട്. ഞങ്ങൾ സോപ്പ് മേടിച്ചു. പിന്നെ ഇത് സാൻഡൽ വുഡ്, ചന്ദന തൈലം, അതാണ്. അത് വെറും 50 ml 1000 rupees അങ്ങനെ എന്തോ ആണ്. ഓക്കെ, പിന്നെ അവിടുന്ന് നമ്മൾ ഫോറസ്റ്റിൻ്റെ ജീപ്പ് വന്നു. നമ്മൾ ഈ ഫോറസ്റ്റിൻ്റെ ഈ ജീപ്പിലാട്ടോ അവർ കൊണ്ടുപോകുന്നത്. പക്ഷേ ആക്ച്വലി നമ്മൾ ഈ ജീപ്പിൽ കയറിയെങ്കിലും നമ്മളതൊന്ന് ഇറങ്ങിയിട്ട് ഫസ്റ്റ് നമ്മൾ കൊറാക്കിൾ റൈഡിൽ പോകാമെന്ന് വിചാരിച്ചു. കാരണം ഡ്രൈവർ വരാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റ് ആവുമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ അവിടുന്ന് കാറെടുത്ത് നേരത്തെ വന്ന ഡാമില്ലേ അങ്ങോട്ടേക്ക് വന്നു. കൊറാക്കിൾ റൈഡിന് വരുമ്പോൾ നമ്മൾ ഈ ഡാമിനുള്ളിലേക്ക് നമുക്ക് വെഹിക്കിൾസ് അലൗഡ് അല്ല, പുറത്തിട്ടിട്ട് വരാം. പിന്നെ ഫോറസ്റ്റ് സഫാരിക്ക് അവർ ജീപ്പിൽ കൊണ്ടുപോകും കേട്ടോ. ആക്ച്വലി ഇത് പോയിട്ട് കുറേ ദിവസമായി, അതുകൊണ്ട് എനിക്ക് ടേംസൊക്കെ മറന്നുപോയി. ഓക്കെ, ഈ താഴേക്ക് പോകുന്ന ആ ഒരു പ്ലേസിലാണ് നമ്മൾ ഈ കൊറാക്കിൾ റൈഡിന് പോകുന്നത്. അതായത് കൊട്ടവഞ്ചി സോറി, അയ്യോ കുളമാവോ വീഡിയോ. ഓക്കെ, എന്നിട്ട് നമ്മളതേ താഴേക്ക് പോകാൻ കേട്ടോ. ഇങ്ങനെ ആ ബ്രിഡ്ജിൻ്റെ താഴേക്ക് ഇറങ്ങുമ്പോഴാണ് ഈ ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് കേട്ടോ. നമുക്കവിടെ എത്തുമ്പോഴത്തേക്കും ഞാനിങ്ങനെ വണ്ടടിച്ച് പോയി. കാരണം കുറേ ഇങ്ങനത്തെ ഒരു പ്ലേസ് കണ്ടിട്ടുണ്ടോ എന്ന് തന്നെ എനിക്കറിയില്ല. പിന്നെ ഇത് ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇവരുടെ ഈ സാധനം ഫ്ലവേഴ്സിൻ്റെ അതൊക്കെ കണ്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നോക്കുമ്പോൾ ഉണ്ട് ചെറുതായിട്ട് മഴ ഇങ്ങനെ ചാറൽ തുടങ്ങി. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ബോട്ടിങ്ങിന് പോയിട്ട് ഇതിൽ റൈഡിന് പോയിട്ട് വരാം, നമുക്കിനി ട്രക്കിങ്ങും ഉണ്ട്, അപ്പോൾ ഇതിന് പോയിട്ട് വരാം എന്ന് പറഞ്ഞ് ഞങ്ങൾ പോവുകയാണ് കേട്ടോ. ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ക്ലെൻലിനെസ് ആണ്. ഭയങ്കര ക്ലീനാണ്. ഒരു പ്ലാസ്റ്റിക്കോ ഒരു വേസ്റ്റോ ഒന്നുമില്ല കേട്ടോ, പേപ്പർ പോലും ഇല്ല. അത്രയ്ക്ക് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണോ അതോ അവിടെ വരുന്ന ആൾക്കാരുടെ ക്വാളിറ്റി ആണോ എന്താണെന്ന് അറിയില്ല കേട്ടോ. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസും റീസെൻ്റ്ലി ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, അപ്പം ഭയങ്കര രസമായിട്ട് നാച്ചുറലി തന്നെ ഭയങ്കര രസമുള്ള ഒരു ഇതാണ്. പിന്നെ അവിടുന്ന് നമ്മൾ ഒരുപാട് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, വളരെ കുറച്ച് ആൾക്കാർ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് പോവുകയാണ്.
ഒരു വഞ്ചിയിൽ അവർ 3 പേരെ ആട്ടോ ഇരുത്തുന്നത്. അങ്ങനെ ഒരു വഞ്ചിക്ക് 750, 3 പേര് കയറാൻ പറ്റുന്ന വഞ്ചിക്ക് 750. ഒരാളാണെങ്കിലും 2 പേരാണെങ്കിലും 750 ആട്ടോ ഒരു ചാർജ് ചെയ്യുന്നത്. ഭയങ്കര രസമുള്ള സീനറി ആയിരുന്നു കേട്ടോ നമുക്ക് ചുറ്റും. പിന്നെ നല്ല കാറ്റും. പിന്നെ ഏറ്റവും വലിയ രസം എന്തെന്ന് വെച്ചാൽ അപ്പോഴത്തേനും നമ്മൾ ജസ്റ്റ് ആ കൊറാക്കിലോട്ട് കയറി സ്റ്റാർട്ട് ചെയ്ത മഴ കുറച്ചുകൂടി ഉറയ്ക്കാൻ തുടങ്ങി. ഞങ്ങൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും നല്ല പോലെ മഴ ഉറച്ചു കേട്ടോ. പക്ഷേ അത് നല്ല ത്രില്ലുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ആ ഒരു മഴയും കാറ്റും ലൈക്ക് ആ ഒരു ബ്യൂട്ടിയും അങ്ങനെ അത്യാവശ്യം നല്ല പോലെ നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു റൈഡായിരുന്നു. പിന്നെ ഇതിൻ്റെ ബെസ്റ്റ് ഒരു പാർട്ടുണ്ട്. ആക്ച്വലി ഇവരിപ്പോൾ കൊണ്ടുപോകുന്നതൊക്കെ സ്ലോലിയാണ്. നമുക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു തരും. പിന്നെ ആന വരുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള 2 ചേട്ടന്മാരായിരുന്നേ. അവരതല്ല പറഞ്ഞു തന്നുകൊണ്ടിരുന്നത്. പിന്നെ ഇത് അവരെന്നിട്ട് ആ എൻഡിൽ കൊണ്ടുപോയിട്ട് ഒരു കറക്കും. എൻ്റെ അമ്മോ, നല്ല നല്ല രസമാണ് അത്. നല്ല സ്പീഡിന് ഇങ്ങനെ ഇത് ചെയ്യും കേട്ടോ. ആക്ച്വലി നമുക്ക് കുറച്ച് പേടിയൊക്കെ ആവും, പക്ഷേ ഭയങ്കര ഭയങ്കര രസമുള്ളൊരു സാധനമായിരുന്നു അത്. അത് കഴിഞ്ഞ് നമ്മളിത് ഇപ്പോൾ തിരിച്ചു വരാണ് കേട്ടോ. ഏകദേശം ഒരു 30-35 മിനിറ്റ്സ് ആയിരുന്നു എന്ന് തോന്നുന്നുണ്ട് റൈഡ്. പക്ഷെ നമ്മൾ അത്രയല്ലേ എൻജോയ് ചെയ്ത ഒരു അടിപൊളി റൈഡായിരുന്നു. പിന്നെ അവിടുന്ന് തിരിച്ച് കയറി വന്നപ്പോഴത്തേട്ടും നമുക്ക് ഇനി ട്രക്കിംഗ് ഉണ്ട്. പക്ഷേ നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ തോന്നുന്നില്ല, ഇവിടെ തന്നെ നിൽക്കാനാണ് തോന്നുന്നത്. പിള്ളേർ കുറേ നേരം അവിടെ നിന്ന് കളിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. ഇനി ഇവിടെ വന്നപ്പോഴും നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായി. നമുക്കിവിടെ ക്യാമ്പ് ചെയ്യാൻ പറ്റും. ഫോറസ്റ്റിനകത്ത് ക്യാമ്പ് ചെയ്യാനും ഫോറസ്റ്റിനുള്ളിൽ 8 കിലോമീറ്റേഴ്സിനുള്ളിൽ ക്യാമ്പ് ചെയ്യാനും പിന്നെ അങ്ങനത്തെ കുറേ നൈറ്റ് ട്രക്കിംഗ് അങ്ങനത്തെയൊക്കെ പറഞ്ഞിട്ടുള്ള ഫോറസ്റ്റ് റൈഡ് അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. പക്ഷെ നമ്മളിതൊരു ഷോർട്ട് ട്രിപ്പ് പോലെ ജസ്റ്റ് ഈ പ്ലേസ് നോക്കിയപ്പോൾ വളരെ അടുത്താണ്. 2 hours അല്ലേ ഡ്രൈവ് ഉള്ളൂ. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി വരാമെന്ന് വിചാരിച്ച് വന്നേ. പക്ഷെ ഇത്രയും ഭംഗിയും ഇത്രയും കാര്യങ്ങളും അവിടെ എക്സ്പ്ലോർ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സ്റ്റേ ചെയ്താലും നമുക്ക് നഷ്ടമില്ല, വേർത്താണ്. കുറേ കാര്യങ്ങൾ അവിടെ കാണാനായിട്ടുണ്ട്. സോ നമ്മൾ ആദ്യം 2 ആക്ടിവിറ്റീസ് പേ ചെയ്തിരുന്നത്. ഫസ്റ്റ് വൺ ഇതായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് നമ്മളിപ്പം തിരിച്ച് അവിടേക്ക് പോവാണ്. ഇനി നേരത്തെ കണ്ടില്ലേ ജീപ്പിൽ കയറിയിട്ട്, അപ്പോൾ അതുപോലെ നമ്മൾ ജീപ്പിൽ കയറിയിട്ട് ഫോറസ്റ്റിലേക്ക് പോകട്ടോ. ഇത് ഡാമിൻ്റെ മേൽഭാഗമാണ്. ഇവിടെ തന്നെ നിൽക്കാം, വെറുതെ ഇതൊന്നും നമുക്ക് പേയ്മെൻറ്റ് ഇല്ല. ഇവിടെ തന്നെ വെറുതെ നിൽക്കാൻ തന്നെ ഭയങ്കര രസമാണ്. ഇവിടെയൊക്കെ ആണെങ്കിൽ പിന്നെ ഇവർ ഫുൾ ഫാമിലി ആയിട്ടാണ് കേട്ടോ. കുട്ടികളും ചേച്ചിയും ചേട്ടനും അച്ഛനും എല്ലാവരും ഉണ്ട്. ഇത് ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ഭയങ്കര രസമുള്ള. പിന്നെ സുപ്പുവിന് എൻ്റെ സിസ്റ്ററിനാണെങ്കിൽ പിന്നെ ഇവരെ കാണുമ്പോൾ പിന്നെ കണ്ട് അവളുടെ കോളേജിൽ നിറയുള്ളത് കൊണ്ട് അവൾക്ക് കണ്ടിട്ട് ഭയങ്കര ശീലമാണ്. പക്ഷേ എനിക്കിപ്പോഴും ചെറുതിലെ പോലത്തെ തന്നെയാണ്. ഇപ്പോഴും ഇവരെയൊക്കെ കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്, മങ്കീസിനെയൊക്കെ കാണുമ്പോൾ. പിന്നെ അവിടെ നിന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ചു. പിന്നെ അവിടെ നിന്ന് നമുക്ക് ജീപ്പ് വന്നു കേട്ടോ. ജീപ്പിലേക്ക് പോവാണ്, ജീപ്പിൽ കയറിയിട്ട് പോവാണ്. അപ്പോൾ ഈ ഒരു ഗേറ്റിനുള്ളിലേക്ക് കയറിയിട്ടാണ് നമ്മൾ ആ ഫോറസ്റ്റ് റൈഡിന് പോകുന്നത്. അപ്പോൾ ഈ ചെന്ന് നിൽക്കുന്ന പ്ലേസ് ആണെന്ന് തോന്നുന്നുണ്ട് ഈ സെന്തുരുണി എന്ന് പറയുന്ന സ്ഥലം, അല്ലെങ്കിൽ ആ ഒരു എക്കോ ടൂറിസം അതാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഈ ജീപ്പിലേക്ക്, എനിക്ക് ആക്ച്വലി നന്നായിട്ട് അറിയില്ല, ഞാൻ പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ റെഫർ ചെയ്യാനും പോയില്ല. അത് വീഡിയോയിൽ ചെയ്യുന്ന ഒരു ഇൻജസ്റ്റിസ് ആണെന്ന് അറിയാം. പക്ഷേ ടൈം ഇപ്പം തന്നെ കുറേ നാളെ ഇത് ഗാലറി കിടക്കുന്നു, എപ്പോഴെങ്കിലും അപ്ലോഡ് ചെയ്യണ്ടേന്ന് വിചാരിച്ചിട്ട് എഡിറ്റ് ചെയ്ത് ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. നോർമലി ഞാൻ അതൊക്കെ സെർച്ച് ചെയ്തിട്ടേ അപ്ലോഡ് ചെയ്യാറുള്ളൂ. പക്ഷെ ഇത് പിന്നെ ഞാൻ അങ്ങ് ഇട്ടു. ഓക്കെ, സോ നമ്മൾ അങ്ങോട്ടേക്ക് പോവാം കേട്ടോ. അവിടെ ചെന്ന് ജീപ്പ് പാർക്ക് ചെയ്തപ്പോഴത്തേക്കും ഞാനങ്ങനെ എന്ന് വെച്ചാൽ നമ്മൾ വിചാരിച്ചു നേരത്തെ കണ്ട പ്ലേസാണ് ഭയങ്കര അടിപൊളിയെന്ന്. പക്ഷെ അതിനെക്കാട്ടിലും അതിൻ്റെ എത്രയോ മടങ്ങ് അടിപൊളി പ്ലേസാണ് ഇപ്പോൾ വന്നേക്കുന്നത്. ആ കൊറാക്കിൾ റൈഡിൻ്റെ അവിടത്തെക്കാളും ഭയങ്കര രസമുണ്ട് കേട്ടോ. അപ്പം
പ്രത്യേകിച്ച് ഇത് ഈ ഫ്ലവേഴ്സ്, ഈ യെല്ലോ കളർ ഫ്ലവേഴ്സ്, ഇതെന്തോ ദോഷമൊക്കെയാണെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ ന്യൂസിൽ കണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഭംഗി അത് പറയാൻ ഭയങ്കര രസമുണ്ട്. പിന്നെ ക്രോപ്സിനൊക്കെയാണ് അത് ദോഷം. ഇത് വെറുതെ ഇങ്ങനെ നിന്നാൽ പ്രത്യേകിച്ച് ദോഷമൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഇവരിടയ്ക്കിടയ്ക്ക് ഈ ബുക്ക് വായിക്കുന്ന സീൻ വരുന്ന എന്താണെന്ന് വെച്ചാൽ, ഇവരുടെ ഒരു ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടുപേരും എന്തെങ്കിലും ഒരു ബുക്ക് മേടിച്ചു കഴിഞ്ഞാൽ അവർക്കത് എത്രയും പെട്ടെന്ന് റീഡ് ചെയ്യണം. ഈ ബുക്ക് വാങ്ങിച്ചിട്ട് ഒരു ദിവസമായിട്ടുള്ളൂ, തലേ ദിവസം നമ്മൾ ലുലുവിൽ പോയപ്പോൾ മേടിച്ചതാണ്. അപ്പോൾ അവർക്കത് എങ്ങനെയെങ്കിലും അത് വായിച്ച് തീരുന്നവരെ ഇവർക്ക് രണ്ടുപേർക്ക് സമാധാനം ഉണ്ടാവില്ല. അപ്പം ഇടയ്ക്കിടയ്ക്കൊക്കെ ഇവർ ഇതെടുത്ത് റീഡ് ചെയ്യുന്ന കേട്ടോ. ഇങ്ങനത്തെ ഹാബിറ്റ്സ് ഉള്ളവരുണ്ടോ? കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാനും പണ്ട് അങ്ങനെ ആയിരുന്നു എന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, സോ അവിടെ വന്നു. ഈ ഒരു ട്രീ ഇല്ലേ, ഭയങ്കര രസമുണ്ട്. പക്ഷെ മഞ്ഞുമൽ ബോയ്സിൽ ഇതുപോലത്തെ ഒരു ട്രീ ആർട്ടിഫിഷ്യൽ ഉണ്ടല്ലോ, അതുകൊണ്ട് മിച്ചു പറഞ്ഞു ഇത് റിയൽ ആവാൻ ഒരു ചാൻസും ഇല്ല, ഇത് ആർട്ടിഫിഷ്യലാന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നു. പക്ഷെ അത് റിയലാണ് കേട്ടോ. ആ ഒരു ഉണങ്ങിയ മരത്തിന് തന്നെ എന്ത് ഭംഗിയാണ് അവിടെ. പിന്നെ അവിടെ നിന്ന് നമുക്ക് കുറേ നടക്കാനുണ്ട്. കുറേ എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയില്ല നടക്കുന്നതൊന്നും, അത്ര രസമാണ് അവിടെ. നടന്ന് നമ്മളിങ്ങനെ പോകുമ്പോഴത്തേനും ഈ ചെറിയൊരു റിവർ ക്രോസിങ് പോലെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഡാം ഫില്ലാവുന്ന സമയത്ത്, ഡാം ഓപ്പൺ ആവുന്ന സമയത്ത് ഇതെല്ലാം ഇങ്ങനെ ഫുള്ളി മൂടിയിട്ടായിരിക്കും. നമുക്ക് ആ ലൈൻസ് കാണാൻ പറ്റുന്നുണ്ടോ? അത്രയും ഉയരത്തിൽ വെള്ളം വരും എന്നാണ് അവർ പറയുന്നത്. പിന്നെ ഇവിടെ വന്ന് ഇങ്ങനെ ഇതിലിങ്ങനെ കല്ലെറിഞ്ഞ് കളിക്കുവാണ് ഇവർ ആക്ച്വലി. അപ്പോൾ ഇങ്ങനെ 2-3 പ്രാവശ്യത്ത് ഇങ്ങനെ ചാടി പോകുന്ന അങ്ങനത്തെ സ്കില്ലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെയൊക്കെ അത് പഠിപ്പിക്കുവാണ്. കുറേ നേരം അത് തന്നെ ആയിരുന്നു കേട്ടോ അവിടെ പരിപാടി. പിന്നെ അവസാനം ഇത് മൂടിപ്പോവും, കല്ലെല്ലാം ഇത് മൂടിപ്പോകുമെന്ന് വിചാരിച്ചിട്ട് പിന്നെ മതിയാക്കി. പിന്നെ മേലേക്ക് വീണ്ടും നടന്നു കേട്ടോ. പിന്നെ ഒരു ഇങ്ങനെ ഹില്ല് പോലെയൊക്കെ നമുക്കിവിടെ 45 മിനിറ്റ്സാണ് അവർ കൊണ്ടുവന്നാൽ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. 1800 ആണോ? അത് നേരത്തെ ബില്ല് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ എന്തോ ഒരു റേറ്റാണ് 7 പേർക്ക് ഈ ഒരു ജീപ്പിൽ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, അത് ഒരാളാണെങ്കിലും 2 ആളാണെങ്കിലും ഈ ജീപ്പ് വരുന്ന കോസ്റ്റാണത്. പിന്നെ ഇതിനകത്ത് മീനുകളും ഉണ്ട് കേട്ടോ. അത് നോക്കിയ വെള്ളത്തിൻ്റെയൊക്കെ ആ ഒരു ക്ലിയർ, ഭയങ്കര ക്ലിയർ വാട്ടറാണ്, ഭയങ്കര ക്ലീൻ പ്ലേസാണ്. ഒന്നും ഇല്ല, ഒരു ചവറോ ഒന്നുമില്ല. നമുക്കും അത് തന്നെ അവിടെ വന്നിട്ട് ഒരു ടിഷ്യൂവോ വൈപ്സോ നമുക്ക് താഴെ ഇടാൻ തോന്നില്ല. കാരണം അത്രയും ക്ലീനായിട്ട് കിടക്കുന്ന സ്ഥലമാകുമ്പോൾ നമ്മളും അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും അത് കാണുമ്പോൾ തന്നെ. അല്ലെങ്കിൽ നമ്മൾ വേസ്റ്റ് ഒന്നും ഇടില്ല. എന്നാലും ഞാൻ പറയുവാണ്, ജസ്റ്റ് ഒരു ടിഷ്യൂ പോലും നമുക്ക് യൂസ് ചെയ്ത് താഴെ ഇടാനായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതിൻ്റെ മേളിലേക്ക് നടക്കുക. അപ്പോഴത്തേക്ക് വേറൊരു ഫാമിലി കൂടി, വേറൊരു ബസ്സിലാട്ടോ, അവർ കുറേ പേരുണ്ടായിരുന്നു. അങ്ങനെ വന്നു. പിന്നെ അവരും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. എന്നാലും എനിക്ക് തോന്നുന്നു നമ്മുടെ ഫാമിലി അവരുടെ ഫാമിലിയും, അല്ലാതെ വേറെ ആൾക്കാരൊന്നുമില്ല. അപ്പം നമുക്ക് നല്ല പ്രൈവസി ഉണ്ട്. നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് ഇങ്ങനെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ. നമ്മൾ വേറെ ടൂറിസ്റ്റ് പ്ലേസസിലൊക്കെ പോകുമ്പോൾ നമ്മളിങ്ങനെ റഷ് ചെയ്യൂല, എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും വീഡിയോ എടുക്കാൻ. പക്ഷേ ഇവിടെ നമുക്ക് അങ്ങനത്തെ ഒന്നുമില്ല. നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഫ്രീ ആയിട്ട് നിന്ന് എത്ര വീഡിയോ വേണമെങ്കിലും ഒക്കെ എടുത്ത് പതുക്കെ സമാധാനത്തിൽ ഈ പീസ്ഫുൾ അങ്ങനത്തെ പ്ലേസസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു ബെസ്റ്റ് അല്ലെങ്കിൽ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് കേട്ടോ ഇത്. ഇത് പിന്നെ നമ്മുടെ തൊട്ടാവാടി. ഇപ്പം ഇതൊക്കെ വളരെ റെയറല്ലേ കാണാനൊക്കെ. ഇത് ഞാൻ പിള്ളേർക്ക് കാണിച്ചു കൊടുക്കുമായിരുന്നേ. പിന്നെ അത് കഴിഞ്ഞ് ഞാനും കുറച്ച് നേരം അവിടെ ഇരുന്ന് റീഡൊക്കെ ചെയ്തു. ആ സമയത്ത് പിള്ളേരുമായിട്ട് അവിടെ ഈ മരക്കൊമ്പിലൊക്കെ ഇരുന്നാട്ടി അങ്ങനെ കളിക്കുകയൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് 45 മിനിറ്റ്സ് അവിടെ നിൽക്കാമല്ലോ. അപ്പം നമുക്ക് പിന്നെ റഷൊന്നും ഇല്ല. പിന്നെ കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ടേക്ക് തിരിച്ചു പോയി കേട്ടോ. ആക്ച്വലി ഇത് കഴിഞ്ഞിട്ടും കുറേ വീഡിയോസൊക്കെ എടുക്കാനുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഫോൺ ഓഫായിപ്പോയി. സോ ഇത്രയ്ക്ക് വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. കുറേ നാൾ കഴിഞ്ഞിട്ട് വീഡിയോ എടുത്തതുകൊണ്ട് തന്നെ എഡിറ്റ് ചെയ്യാനും വോയിസ് ഇത്രയും ലോങ് ആയിട്ട് വോയിസ് കൊടുക്കുമ്പോഴൊക്കെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു എന്ന് തോന്നുന്നുണ്ട്. പക്ഷേ എനിവേ, ഞാൻ വീഡിയോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഡോക്യുമെൻറ്റേഷനാണ്. ആ ഒരു സമയത്തെ ആ ഒരു ഫീലിങ്സിൻ്റെ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ അങ്ങനെ നോക്കുമ്പോൾ കുറേ നാൾ കഴിഞ്ഞ് തിരിച്ച് ഈ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ എനിക്ക് കുറച്ച് സന്തോഷം വരുമായിരിക്കാം. അല്ലെങ്കിൽ പിള്ളേർ വലുതായിട്ട് നോക്കുമ്പോൾ അവർക്ക് സന്തോഷം ഉണ്ടാവുമായിരിക്കാം. സോ അങ്ങനെ ബൈ.